ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രം പറഞ്ഞ കാര്യം കേട്ട് ആകെ ഞെട്ടി തെറിച്ചിരിക്കുകയാണ്. എന്നിട്ട് വിക്രമിനോട് ചോദിക്കുകയാണ്, എന്താണ് പറഞ്ഞത്, നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങളെ വണ്ടി അടിച്ച് വീഴ്ത്തിയത് ശ്രീകാന്തേട്ടനാണെന്നാണോ പറയണതെന്ന് ചോദിക്കുകയാണ്. അതെ, ശ്രീകാന്തേട്ടനും ഉണ്ടായിരുന്നു, നിന്റെ ശ്രീകാന്തേട്ടൻ്റെ അമ്മായിച്ചനും ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഞാൻ അവിടെ കിടന്ന് ചത്തോളെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഭാഗ്യത്തിനാണ് ജീൻ അവിടേക്ക് വന്നത്, അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കൂലായിരുന്നു പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ആകെ വിഷമമാണ് കേട്ടോ. പറയുന്നുണ്ട്, ശ്രീകാന്തേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറയുമ്പോൾ, ശ്രീകാന്തേട്ടൻ അങ്ങനെ ചെയ്യാൻ കാരണം നീയാണ്, അതുകൊണ്ട് തെറ്റുകാരി നീയാണ് അവരെ വിഷമിപ്പിക്കുന്നത്. നീ എടുത്ത തീരുമാനമാണ് അവരിങ്ങനെ ആക്കി തീർത്തത്. സാധാരണ ഒരു ബിസിനസ്സും ജോലിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരാളാണ് നിന്റെ ഏട്ടൻ ശ്രീകാന്ത്. അയാളെ ഇങ്ങനെ ഒരു കൊലപാതകയും ഇതുപോലുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ആളുമാക്കി തീർത്തത് നീയാണ്. നീ അവരുടെ മനസ്സറിഞ്ഞ് ജീവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നത് എന്നൊക്കെ വേദന കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിക്രം പറയുന്നുണ്ട്, നിന്റെ തീരുമാനം കൊണ്ടാണ് അവരിങ്ങനെ ഒക്കെ ചെയ്യുന്നത്. അവർക്ക് നിന്നോടുള്ള സ്നേഹമല്ല മുന്നിട്ട് നിർത്തിയിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്ക് ദുരഭിമാനമാണ്. അവരുടെ സ്റ്റാറ്റസിനും അന്തസ്സിനും ഒക്കെ ചേരാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെ നീ ജീവിക്കുന്നിടത്തോളം കാലം അവർക്കായി ഒരു ദുരഭിമാനം കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ നന്നായിട്ട് ആലോചിച്ച് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്ക് എന്ന് പറയാൻ കേട്ടോ. എൻ്റെ വിക്രം വേദയോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. ഒരിക്കലും ശ്രീകാന്ത് ഇങ്ങനെയൊന്നും ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വേദ വിചാരിക്കുന്നില്ല. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ അങ്ങനെ തീരുമാനിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ മറിച്ചൊരു തീരുമാനം എടുത്ത് നിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അവരിങ്ങനെയൊന്നും ചെയ്യൂലായിരുന്നു. നീ നന്നായി ആലോചിക്കുക, നല്ലതുപോലെ ആലോചിക്കുക എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് വിക്രം പറയാണ്, വേദന മുഖത്ത് നോക്കിയിട്ട് ഗുഡ് നൈറ്റ് പറയാണ് കേട്ടോ. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വിക്രം അവിടെ കിടക്കും. വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അതിനുശേഷം ദീപ്തിനെ വിളിക്കുകയാണ്. അപ്പോൾ ദീപ്തിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തേട്ടൻ എവിടെ, വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വർഷേച്ചിയുടെ അടുത്താണ്, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ചേച്ചി, നീ ഒരു കാര്യം ചെയ്യും, നാളെ ശ്രീകാന്തേട്ടൻ വരുമ്പോൾ എനിക്കൊന്ന് ഉടനെ കാണാം, അത്യാവശ്യമാണ്, ചിദംബരനാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വരാൻ പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ചേച്ചി അത് ഞാൻ അപ്പോഴത്തെ ഒരു സമയത്ത് അച്ഛൻ വീണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഇമോഷണലായി പെരുമാറി, ചേച്ചി എന്നോട് ക്ഷമിക്കണം, ചേച്ചിക്ക് എന്നോടൊന്നും തോന്നരുതിട്ടോ എന്ന് പറയുകയാണേ. അന്നേരം നമ്മുടെ വേദയാണെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നും സാറിയില്ല മോളെ, നീ വെച്ച ഫോൺ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേ. പിന്നീട് കാണിക്കുന്നത് വിശ്വനാണെന്ന് വെച്ചാൽ ലോട്ടറിയുടെ കാശിൻ്റെ കണക്കുകളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശ്രീജ വന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നല്ല ജോലികളൊക്കെ കിട്ടിയിട്ടും ഇതുപോലൊരു ജോലി ചെയ്യാനാണല്ലോ വിശ്വേട്ടന് തോന്നിയത്. അപ്പോൾ വിശ്വൻ പറഞ്ഞ ജോലി നല്ലതോ ചെറുതെന്നൊന്നുമില്ല ശ്രീജയെ, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാം. അതെ, ഇതിപ്പോൾ കാലത്ത് പോയി കുറച്ച് കഴിയുമ്പോഴത്തേനും വരാം, അതുപോലെ തന്നെ വൈകിട്ട് പോയി വേഗം തന്നെ വീട്ടിലേക്ക് വരാം, പ്രകൃതി രമണീയമായ സ്ഥലത്തൊക്കെ പോയി നിൽക്കാം, ആൾക്കാരെ കാണാം, വിശേഷങ്ങൾ അറിയാം, ലോട്ടറി മേടിക്കാൻ ആൾക്കാർ വരും, വാങ്ങിച്ച് കാശും തന്നവർ പോകും, മേലനങ്ങാതെ ജോലി ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് പറയാണ്. മാത്രമല്ല അച്ഛമ്മരെ പിടിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, അല്ലെങ്കിൽ കാലത്തും വൈകിട്ട് തന്നെ പണിക്ക് പറഞ്ഞയക്കില്ലേ. അപ്പോൾ അച്ഛമ്മ പോയാൽ നിങ്ങൾ ഈ ജോലി നിർത്തുമോ? അത് ചിലപ്പോൾ നിർത്തിയേക്കും. എന്തായാലും മോൾക്കുള്ള യൂണിഫോമിന് അതുപോലെ തന്നെ ബുക്കൊക്കെ വാങ്ങാനുള്ള കാശ് ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ശ്രീജനോട് പറയണേ. മോളെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നാക്കുകയും ചെയ്യാം എന്ന് പറയുന്നത്. സ്കൂൾ തുറക്കാറായില്ലേ എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ വന്ന് വിളിക്കുകയാണ് കേട്ടോ വിക്രമത്തിനെ. വിക്രം നല്ല ഓർക്കണോ, ഗാഠനിദ്രയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു ഉപ്പും കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് നൂലിൽ കെട്ടിയിട്ട് വിക്രത്തിൻ്റെ വായിലിടാണ്. വിക്രം ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വിക്രം വീഴുമ്പോഴാണ് ഞെട്ടി തിരിച്ച് എനിക്കുന്നത്. ദേഷ്യത്തോട് കൂടിയിട്ട് വിക്രം ചാടി എഴുന്നേക്കാണ്. അതിന് ശേഷം ജഗ് എടുക്കാണ് കേട്ടോ. ജഗ്ഗിലെ വെള്ളം എടുത്തിട്ട് വേദന മേത്ത് കൂടെ അങ്ങനെ ഒഴിക്കാണ് കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് വിക്രത്തിന് ഒയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. വേദ ആകെ നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. വിക്രം ആകെ ചമ്മി നാണം കെട്ട് ഇങ്ങനെ വേദന തന്നെ നോക്കി നിൽക്കുകയാണ്. വേദ ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. ലാസ്റ്റ് ചൂലെടുത്ത് വരികയാണ്. അയ്യോ ചൂലുകൊണ്ടടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തടയാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, ആഹാ നിങ്ങൾ എന്നെ വെള്ളം കൊണ്ട് കുളിപ്പിച്ചല്ലേ, ഈ ജഗ്ഗിന് പകരം ഒരു കത്തിയായി നിൽക്കുന്നത്, ഇപ്പോൾ എന്നെ കൊന്നേനല്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിനോട് വേദ പറയണം, അതെ ഞാനൊരു തമാശയ്ക്ക് ഇങ്ങനെ ചെയ്തതാണ്, ഒരു തമാശ പോലും ആസ്വദിക്കാൻ കഴിയാത്ത വങ്കനോ എടി, മര്യാദയ്ക്ക് സംസാരിച്ചത്. അതെ നിങ്ങൾ ഒരു വങ്കൻ തന്നെയാണ്, വെറുതെ അല്ല എല്ലാവരും ഒറ്റ ബുദ്ധി എന്ന് വിളിക്കുന്നത്, നിങ്ങളൊക്കെ ഇങ്ങനെ വങ്കൻ എന്നല്ലാണ്ട് വേറെ എന്താ വിളിക്കുക. അതെ ഞാനിവിടെ അടിച്ചു വരാൻ വേണ്ടി ചൂലെടുത്തത്, ഇവിടെയൊക്കെ ആകെ പൊടി കേൾക്കുന്നുണ്ടല്ലോ, വേഗം പോയി കുളിച്ച് വന്നിട്ട് ഒന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, ചിദംബരനാഥ ക്ഷേത്രത്തിൽ. അയ്യടാ നിന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ എൻ്റെ പട്ടി വരും, ഒരു നല്ല കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. നിൻ്റെ കാര്യത്തിൽ ഒരു നല്ല കാര്യം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകട്ടാ. പിന്നീട് മാഷ് പറമ്പിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കമല നിർബന്ധിച്ച് അവിടെ നിർത്താണേ. അപ്പോഴേക്കും അപ്പുമോള് ഓടി വരികയാണ്. എന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അച്ചാച്ചനെ.
പിന്നീട് വേദ വരുമ്പോൾ വേദ ചെറിയമ്മേ ഞാൻ പോകാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദനയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജയും വിശ്വനും കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ തുറക്കല്ലേ ഞങ്ങൾ കൊണ്ടുവന്നാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അച്ഛമ്മ വന്നു കഴിഞ്ഞിട്ട് അച്ഛമ്മ കുറച്ച് ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അച്ഛൻ പോയിട്ട് അകത്ത് പോയിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് വന്നിട്ട് മോളുടെ കയ്യിൽ കൊടുക്കുകയാണ്. യൂണിഫോമിനും ബുക്കിനും വേണ്ടിയിട്ടുള്ള പൈസയാണ് മോളെ എന്ന് പറയുകയാണെ. അപ്പോൾ വിശ്വം പറഞ്ഞുകൊണ്ട് അതിനൊക്കെയുള്ള കാശ് ഞാൻ കരുതിയിട്ടുണ്ട് അച്ഛാ എന്ന് പറഞ്ഞിട്ട്, ഓഹോ നീ കരുതിയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് പിന്നെ അത്ര വിശ്വസനീയമല്ലല്ലോ. കഴിഞ്ഞ വർഷം വരെ എനിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ വർഷം എനിക്ക് ചെയ്യാം. പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ അത്ര പ്രതീക്ഷയൊന്നുമില്ല. ഇപ്പം ചെയ്യുന്ന ജോലി സ്ഥിരമായിട്ട് നീ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ. എന്നാൽ കുറച്ച് കടങ്കഥകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെയാണ് അങ്ങനെ പറഞ്ഞിട്ട് വിശ്വത്തിനെ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ചെയ്യുന്ന ജോലി നീ ഏത് സമയത്ത് നിർത്തുന്നൊന്നും പറയാൻ പറ്റൂല. നിന്റെ അകവും പുറമൊക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ എന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വിശ്വമൊന്നും മിണ്ടാതെ തല കുമ്പിട്ടൊരു നാണക്കേട് കൂടി പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അച്ഛൻ പോകുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, മോനെ വിശ്വ അവൻ പറഞ്ഞത് കാര്യമാക്കണ്ട കേട്ടോ മോനെ എന്ന് പറയാൻ കേട്ടോ. ഇല്ല അച്ഛമ്മയെന്ന് പറയും. അപ്പോൾ കമലാമ്മ വന്നിട്ട് പറയും, എന്തായാലും നീ ഈ ഒരു തീരുമാനം എടുത്തത് വളരെ നന്നായി. ഇത്തവണയെങ്കിലും മോൾക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഒപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മോളെ ഇവിടെ തന്നെ നമുക്ക് ചേർത്തണം എന്ന് പറയുകയാണേ. അപ്പോൾ വിശ്വം പറയും, ഉറപ്പായിട്ട് ചേർത്താം എന്ന് പറയും. പക്ഷേ ഈ ജോലി ഈ മഴയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നതാണ് അമ്മ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, മഴയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കവലയിൽ ഒരു കട തുടങ്ങാം, ലോട്ടറി കട. അപ്പോൾ പിന്നെ അത് മതിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വൻ അത് ശരിയാണെന്ന് പറയും കേട്ടോ. അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ വിക്രം വരുന്നുണ്ട്. വിക്രത്തിനോടും യാത്ര പറയാൻ കേട്ടോ. അപ്പോൾ മോള് പോകാണ്, നാളെ സ്കൂൾ തുറക്കല്ലേ എന്നൊക്കെ പറയും കേട്ടോ. ആണോ ചെറിയച്ഛനത് ഓർത്തില്ല മോളെ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വിശ്വവും ശ്രീജയും യാത്ര പറഞ്ഞ് ഇറങ്ങാണ് കേട്ടോ എല്ലാവരോടും. അപ്പം മോളും എല്ലാവരോടും കൂടി യാത്ര പറയുകയാണ്. അപ്പം മോൾ കാണുന്നുണ്ടെങ്കിൽ സന്തോഷം അടുത്ത വർഷം തുടങ്ങി ഇവിടെ ചേരാലോ എന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ കമലാമ്മ വിക്രത്തിന് ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ വിക്രമിൻ്റെ ഷർട്ടൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് കേട്ടോ വിക്രം വരുന്നത്. വിക്രം കാണുമ്പോൾ ചോദിക്കുന്നത്, നീ എന്തായി ചെയ്യുന്നത്? ഞാൻ അയൺ ചെയ്യണത് അറിഞ്ഞൂടെയും ചോദിക്കും കേട്ടോ. അതല്ല എൻ്റെ ഷർട്ടൊക്കെ എന്തിനാ അയൺ ചെയ്യുന്നത്? പിന്നെ ഷർട്ട് അയൺ ചെയ്യണ്ടേ? മര്യാദയ്ക്ക് വൃത്തിയും വെടുപ്പിലൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അയൺ ചെയ്യണത്. ആഹാ അടിപൊളി, ദാ എങ്ങനെയുണ്ടെന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഷർട്ട് കൊടുക്കാൻ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിക്രം പോയിട്ട് പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുക്കാൻ എന്നിട്ട് പറഞ്ഞാൽ, അയ്യപ്പേട്ടനെ ഒരു ഷർട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ 12 രൂപയാണ് ടിപ്പ് എടുക്കുക. ഇപ്പോൾ 2 ഷർട്ട് തയ്ച്ചില്ലേ, ബാക്കി 6 രൂപ നീ എടുത്തോന്ന് പറഞ്ഞിട്ട് 30 രൂപ വേദയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ വേദ പറയും, അതെ അപ്പോൾ നിങ്ങൾ എന്നെ താലി കെട്ടിക്കൊണ്ടുവന്നതിൽ 1000 ബക്സ് നിങ്ങൾക്ക് ഞാൻ തരട്ടെ, എന്താ അത് കുറഞ്ഞു പോയോ? എന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ തരാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം ദേ മര്യാദയ്ക്ക് സംസാരിച്ചോ, ഞാൻ എന്താടി കൂലിക്ക് താലി കെട്ടുന്ന ആളാണോ? പിന്നെ അല്ലാതെ നിങ്ങളെന്നെ എത്ര തവണ കല്യാണം കഴിച്ചിട്ടുണ്ട്? നിങ്ങൾ ആദ്യം എന്നെ അമ്പലത്തിൽ വെച്ച് നിർബന്ധിച്ച് താലി കെട്ടി, പിന്നെ നിങ്ങളുടെ നേതാവിൻ്റെ മുന്നിൽ വെച്ച് താലി കെട്ടി, അച്ചമ്മയ്ക്ക് വേണ്ടി വീട്ടിൽ പോയിട്ട് താലി കെട്ടി, ഇപ്പം എല്ലാവരുടെ അംഗീകാരത്തോട് കൂടിയിട്ട് ഇപ്പോഴും വീണ്ടും താലി കെട്ടി, 4 തവണ കല്യാണം കഴിച്ച് എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും മടിയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം വിക്രം പറയാണ് വേദയോട്, അതെ നിനക്ക് പണമുള്ളതിൻ്റെ ഹൊങ്കുണ്ടാവും, പക്ഷേ അത് എടുക്കണ്ട, ഇവിടേക്ക് എടുക്കണ്ട കേട്ടോ എന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയും, നിങ്ങളുടെ ഭാര്യയായി ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഞാൻ അത് ഇവിടെ തന്നെ എടുക്കും, എന്താ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ എന്ന് ചോദിക്കാൻ കേട്ടോ. വിക്രാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ അടുത്തല്ലാണ്ട് വേറെ ആരുടെ അടുത്താണ് ഹുങ്കെടുക്കാൻ പറ്റുക? ഞാൻ ഇവിടെ തന്നെ എടുക്കും, പിന്നെ ഏത് കാലത്തും ഞാൻ ഇവിടെ തന്നെ കാണുകയും ചെയ്യും എന്ന് വിക്രത്തിനോട് പറയാൻ കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വേദ ഇങ്ങനെ പോകട്ടോ. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയും, നിങ്ങളെ ഷർട്ട് തയ്ച്ച് തന്നതിന് 30 രൂപ എനിക്ക് തന്ന കാര്യം ഞാൻ അച്ഛമ്മനോട് പറയട്ടെ, എന്തായിരിക്കും ഇവിടെ സംഭവിക്കാന്ന് അറിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വിക്രാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചമ്മനോട് കൂടി തലകുമ്പിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.